പരദേശി ഞാൻ, പാപിയായി ദോഷിയായി പാരിൽ പരദേശി ഞാൻ, എന്നെ തേടി വന്നിടുവാനായി എന്തു യോഗ്യത എന്നിൽ നാഥ, എന്നെ തേടി വന്നിടുവാനായി എന്തു യോഗ്യത എന്നിൽ നാഥ, എന്നിൽ മനസ്സലിവാൻ എന്നിൽ കൃപയരുളാൻ നാഥ, അടിയനിലെന്തു നന്മ കണ്ടു നീ. ആത്മാവിൽ ആരാധിപ്പാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകി തന്നു. അതിനുശേഷം നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് സന്ധ്യാവേള അല്പസമയം മാറ്റിവെച്ച് ഇതൊരു ഹോളിഡേ വീക്കെൻഡാണ്, പല കാര്യങ്ങളിൽ നമുക്ക് ഇൻവോൾവ് ആകാൻ കഴിയുമായിരുന്നു. എന്നാൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് മനഃപൂർവ്വമായ അല്പസമയം കണ്ടെത്തി ലൈനിൽ കിടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മൾ ചിലവഴിക്കുന്ന നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകിക്കുന്ന ഒരു രാത്രിയായി മാറുവാൻ, കടന്നു വന്നിരിക്കുന്നവർക്ക് ആശ്വാസം പ്രാപിക്കുന്ന ഒരു രാത്രിയായി മാറുവാൻ തക്കണം ദൈവകരങ്ങളിലേക്ക് നമ്മൾ ലഭിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി ഈ സെഷൻ ആരംഭിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള കർത്താവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു. നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദിവസത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്ന കർത്താവേ, പ്രഭാതവേളയിൽ നിന്റെ സന്നിധിയിൽ കടന്നുപോയി നിന്നെ സത്യമാത്മായ ആരാധിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തു. എന്നാൽ വീണ്ടും ഈ രാത്രിയുടെ യാമത്തിൽ ഒരുമിച്ച് പലയിടങ്ങളിൽ നിന്ന് ഇപ്രായം കടന്നു വരുവാൻ തക്കണം ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പാടുന്ന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, വചനം സംസാരിക്കുന്ന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല മനസ്സോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടന്നു വന്നിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിശബ്ദരായി സഹകരിപ്പാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വിടുതൽ നിൽക്കുമ്പോൾ വിടുതലില്ലാത്ത വിഷയങ്ങളിൽ ഭാരം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ഹൃദയം നുറുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ വേദന പോലെ ആ വേദന ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ ഭാരം പോലെ ആ ഭാരങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ വിഷയം പോലെ ആത്മാർത്ഥതയോടുകൂടി ആ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം നീ വിടുതലിന്റെ കരം നീട്ടുന്ന ഒരു രാത്രിയായി മാറ്റേണ്ടതിന്, നീ സൗഖ്യം നൽകുന്ന ഒരു രാത്രിയായി മാറേണ്ടതിന്, നീ പ്രവർത്തിക്കുന്ന ഒരു രാത്രിയായി മാറേണ്ടതിന് നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ സെഷൻ അതിന്റെ അവസാന നിമിഷം വരെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ, തടസ്സങ്ങളും ഇല്ലാതെ, പ്രയാസങ്ങളും ഇല്ലാതെ കൊണ്ടുപോകാൻ തക്കണം തിരുമേനി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടുന്ന പ്രിയ സഹോദരനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ അഭിഷേകം നിന്റെ മകന്റെ മേലുണ്ടായിരിക്കണമേ. വചനം സംസാരിക്കുന്ന ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ തക്കണം ദാസനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് ഇടു നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവർ മറ്റുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരെയും അവർക്കുള്ളതിനെയും കർത്താവേ നിന്റെ രക്തത്തിനുള്ളിൽ നീ മറയ്ക്കുമാറാകണമേ. ഞങ്ങൾ മൊത്തമായി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ രക്തക്കോട്ടകളിൽ മറച്ച് സൂക്ഷിച്ച് ശത്രു കാണാതെ വണ്ണം, ശത്രുവിന്റെ നോട്ടങ്ങൾ പതിയാതെ വണ്ണം നിന്റെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കേണ്ടതിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമമഹത്വത്തിനു വേണ്ടി, നിന്റെ നാമപുകഴ്ചയ്ക്ക് വേണ്ടി ഈ പ്രേയർ സെഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ. എസ്പെഷ്യലി ഓൺ ദ ഈവ് ഓഫ് മെമ്മോറിയൽ ഡേ, അമേരിക്കയുടെ സമ്മർ വെക്കേഷൻ ആരംഭിക്കുന്ന മെമ്മോറിയൽ ഡേ വീക്കെൻഡോടുകൂടിയാണ് അമേരിക്കയിലെ സമ്മർ വെക്കേഷൻ ആരംഭിക്കുന്നത്. ലേബർ ഡേ വീക്കെൻഡോടുകൂടി അത് അവസാനിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ബാർബിക്യൂ തുടങ്ങുന്ന വീക്കെൻഡൂടെയാണ്, ലേബർ ഡേ വീക്കെൻഡിലാണ് അമേരിക്കക്കാർ ഞങ്ങളുടെ ഗ്രില്ലൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് ആ വർഷത്തെ ആ വിന്ററൊക്കെ ഒന്ന് മാറി, സ്നോ ഒക്കെ ഒന്ന് നീങ്ങി അടുത്ത ആശ്വാസം കെട്ടി അതൊന്ന് ആഘോഷിക്കുവാൻ വേണ്ടി ഗ്രില്ലൊക്കെ ചെയ്ത് ബാർബിക്യൂ ഒക്കെ തുടങ്ങുന്ന ഒരു വീക്കെൻഡാണ്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വീക്കെൻഡിലാണ്, അതിന്റെ ഈവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതിന്റെ മിഡിലാണ്, മിഡിൽ ഡേയുടെ അവസാന മണിക്കൂറിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. മെമ്മോറിയൽ ഡേ പ്രാർത്ഥിച്ച സിസ്റ്റർ നന്ദി അറിയിക്കുന്നു. കർത്താവ് തുറന്നതിനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഫലമുണ്ട്. ഈ ഇത്രമാത്രം ഭീകരവാഴ്ച നടത്തുന്ന ഈ ഇസ്ലാമിക് സ്റ്റേറ്റ്
ഭീകരവാദികളുടെ ഇടയിൽ നിന്നും ആളുകൾ ക്രിസ്തുവിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കണ്ടെത്തിയ ഒരു മുൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഫൈറ്ററിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന, കർത്താവെ തന്റെ കണ്ണു തുറന്നതുപോലെ ഇതിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ളവരുടെയും കണ്ണു തുറക്കണമെന്നാണ്. ആ പ്രിയ സഹോദരനോട് ചേർന്നാണ് ഇന്ന് രാത്രികാലം നമുക്കും പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞത്. അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ തക്കണം. ദൈവവചനം പറയുന്നു, നമ്മുടെ ദൈവം ദുഷ്ടന്റെ മരണത്തിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ട് തിരിയുമ്പോൾ അതിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ആകയാൽ ഇന്ന് രാത്രികാലം നമ്മൾ പ്രാർത്ഥിച്ചത് വരും ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഇവരെ ദൈവസ്നേഹികളായി, മനുഷ്യസ്നേഹികളായി മാറ്റട്ടെ. ജെയിംസ് വർഗീസ് ലൈനിലുണ്ടോ? നമ്മൾ അടുത്ത ഒരു ഗാനം ശ്രവിക്കാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി ഇന്ന് മനോഹരമായ ഗാനം ആലപിക്കുന്നത് ജെയിംസ് വർഗീസ് ഫ്രം ഫ്ലോറിഡയാണ്. തന്നെ ആ ഗാന ആലപത്തിന് വേണ്ടി ക്ഷണിച്ചോളൂ. എന്നെ നടത്തുവാൻ ശക്തനല്ലോ, എന്നെ കരുതുവാൻ ശക്തനല്ലോ, എന്നെ നടത്തുവാൻ ശക്തനല്ലോ, എന്നെ കരുതുവാൻ ശക്തനല്ലോ, എന്നെ അറിയാത്ത പാതകളിൽ നടത്തിടുവാൻ നീ എന്നും ശക്തനല്ലോ. നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല, നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല. അഗ്നി നടുവിൽ ഞാൻ ആയിടിലും, യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും, അഗ്നി നടുവിൽ ഞാനായിടിലും, യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും, അഗ്നി നടുവിലും യോർദാൻ കരയിലും നീ എന്നെ നടത്തുമല്ലോ. വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല, നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല. സിംഹക്കുഴിയിൽ ഞാൻ ആയിടിലും, പത്മോസ് ദ്വീപിൽ ഞാൻ ഏകനായാലും, സിംഹക്കുഴിയിൽ ഞാനായിടിലും, പത്മോസ് ദ്വീപിൽ ഞാൻ ഏകനായാലും, സിംഹക്കുഴിയിലും പത്മോസ് ദ്വീപിലും നീ എന്നെ കാക്കുമല്ലോ. നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല, നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല. എന്നെ നടത്തുവാൻ ശക്തനല്ലോ, എന്നെ കരുതുവാൻ ശക്തനല്ലോ, എന്നെ നടത്തുവാൻ ശക്തനല്ലോ, എന്നെ കരുതുവാൻ ശക്തനല്ലോ, എന്നെ അറിയാത്ത പാതകളിൽ നടത്തിടുവാൻ നീ എന്നും ശക്തനല്ലോ. നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല, നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല, നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലപിച്ചു കർത്താവിനോട് നന്ദി അറിയിക്കുന്നു. വിശ്വസ്തനായ ദൈവം, മാക്കുമാറാത്ത ദൈവം, നമ്മുടെ എല്ലാ പരിതസ്ഥിതികളിലും നമ്മളെ സഹായിപ്പാൻ കഴിയുന്ന ദൈവം, സ്ഥലഭേദം കൂടാതെ, സമയഭേദം കൂടാതെ, അവസ്ഥാഭേദം കൂടാതെ നമ്മളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പാടുവാൻ തക്കണം. ഇന്ന് സന്ധ്യാവേളയിലും പ്രിയ സഹോദരനെ കർത്താവ് സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. തനിക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന കഴിവുകൾ, ശബ്ദം, സ്വരമാധുര്യം ഒക്കെ അനേക ക്രൈസ്തവ ഗാനങ്ങൾ ആലപിച്ച് അനേകർക്ക് ആശ്വാസവും
സ്വാതന്ത്ര്യവുമായി തീരുവാൻ തക്കണം കർത്താവ് തന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പാസ്റ്റർ അലക്സ് ജോൺ ലൈനിലുണ്ടോ? അതെ അതെ, ഉണ്ടല്ലോ കേൾക്കാമോ? കേൾക്കാം. ഒരു മിനിറ്റ്. അടുത്ത ചില നിമിഷങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെയായിരിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ഇന്ന് രാത്രികാലം നമ്മളുമായിട്ട് വചനം പങ്കുവെക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റവറന്റ് ഡോക്ടർ അലക്സ് ജോൺ ആണ്. കഴിഞ്ഞ ദിവസം കടന്നു വന്നു അനുഗ്രഹിക്കപ്പെട്ട ആലോചന നമുക്ക് നൽകുവാൻ തക്കണം കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയത് നമുക്ക് അനുഗ്രഹമായിരുന്നു എന്നറിയാം. ഇന്ന് രാത്രിയിലും അതിലൊട്ടും കുറയാതെ വണ്ണം കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയും. നമ്മൾ ദൈവവചനം മുമ്പാകെയായിരിക്കുമ്പോൾ തുറന്ന ഹൃദയത്തോടെ, തുറന്ന കാതുകളോടെ, സ്വീകരണ മനോഭാവത്തോടെ കർത്താവെ, ഞാൻ കേൾക്കുന്ന വാക്കുകൾ എന്റെ വിഷയത്തിൽ, ഞാൻ കടന്നു പോകുന്ന എന്റെ വിഷയത്തിന് മറുപടിയായി ഇത് പരിണമിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി കർത്താവ് പറയുവാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതൊന്നും മറന്നുപോകാതെ, മറച്ചു വെക്കാതെ അത് മുഴുവനും നമ്മളോട് പങ്കുവെക്കുവാൻ തക്കണം കർത്താവിന്റെ ദാസനെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് ദിവസങ്ങളിലായിരിക്കുമ്പോൾ റവറന്റ് ഡോക്ടർ അലക്സ് ജോണിനെ ഈ പ്രയർ ലൈനിലേക്ക് ഒക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രയർ ലൈനിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുകയാണ്. അതിനുള്ള അവസരങ്ങൾ ഒരുക്കിയ അതിനെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകമായ വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. ദൈവവചനം പറയുന്നതിനാൽ അതെനിക്കും ഒരു അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചതായ ചിന്തകൾ വ്യത്യസ്തമേർന്ന ആയിരുന്നു എന്റെ മനസ്സിലെങ്കിലും ഞാൻ പ്രയർ ലൈനിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിനോട് ശക്തമായി മറ്റൊരു ദൂതിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഒരു കാഷ്വൽ മെസ്സേജ് അല്ല, ഒരു പ്രൊഫറ്റിക്കലായുള്ള ഒരു ദൂത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചില പ്രത്യേക സമയങ്ങളിൽ ദൈവാത്മാവ് തരുന്ന ദൂതുകൾ വളരെ ആഴമുള്ളതും അത് പ്രാവചനികമായതുമാണ്. അത് ജീവിതങ്ങളോടുള്ള ദൈവാത്മാവിന്റെ ഇടപെടലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ഫ്രൈഡേയില് ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകും. എളിവനായ എന്നെ ഓർത്ത് നിങ്ങളുടെ പ്രയർ ലൈനിൽ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് അവസരം തരുന്നെങ്കിൽ ഈ പ്രയർ ലൈനിൽ നാട്ടിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡു ഇറ്റ് ഇൻ ദ ഡേയ്സ് ടു കം. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നഹൂമിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സംഹാരകൻ നഹൂം, ദ ബുക്ക് ഓഫ് നഹൂം, chapter 2 verse 1 and 2. Can someone read it? ലൈനിലുള്ള ആരെങ്കിലും വായിച്ചാട്ട്. സംഹാരകൻ വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യഹോവ യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കും. പിടിച്ചുപറിക്കാർ അവരോട് പിടിച്ചുപറിച്ചു, അവരുടെ മുന്തിരിവള്ളികളെ നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. ഒന്നാമത്തെ വാക്യമല്ല നമ്മുടെ ചിന്ത. നമ്മുടെ ദൂത് 2-ാമത്തെ വാക്യത്തിലാണ് അവൻ അടങ്ങിയിരിക്കുന്നത്. 1-ാം വാക്യം ഒരു മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്നതാണ്. അത് നഹൂം നിനവയോട് സംസാരിക്കുന്ന ഒരു വചനമാണ്. നിനവേ പട്ടണം ഏതാണ്ട് BC 759 യോന അവിടെ പ്രസംഗിച്ചപ്പോൾ അവർ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് അവർ ദൈവത്തോട് അനുരപിച്ചു. ആ പട്ടണം പിന്നീട് അനുഗ്രഹിക്കപ്പെടുവാനിടയായി. ദൈവിക ദൂതന്റെ മുൻപിൽ ആരെ കൺഫസ് ചെയ്യുമോ, ആരെ ഏറ്റെടുക്കുമോ, ആര് ദൈവത്തിന് മടങ്ങി വരുമോ അത് അഭിവൃദ്ധിയിലേക്കും നന്മയിലേക്കും നയിക്കുന്നതാണ്. എന്നാൽ അതിനുശേഷം 100 വർഷങ്ങൾ കഴിഞ്ഞ് BC ഏതാണ്ട് 650 നഹൂം ഈ പ്രവചനം അവരോട് പറയുന്നത്. നഹൂം ഈ പ്രവചനം പറയുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ 8-ാമത്തെ വാക്യത്തിലാണ്. എന്നാൽ കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് ഞാൻ അതിന് മുടു വരുത്തും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ദൂതിന്റെ മുൻപിൽ നിനവേ പട്ടണത്തിന്
അത് ഏറ്റെടുക്കുവാനോ സമർപ്പിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവരുടെ പട്ടണത്തിന് ചുറ്റും 100 അടി ഉയരത്തിൽ 3 രഥങ്ങൾക്ക് ഒരുമിച്ച് ഓടിച്ചു പോകാവുന്ന വീതിയിൽ അവര് വലിയ കൊത്തളങ്ങൾ പണിതിരുന്നു. ആ കൊത്തളങ്ങളുടെ മുകളിൽ വലിയ ബംഗ്ലാവുകൾ, കൊത്തളങ്ങൾ, വലിയ കൊട്ടാരങ്ങൾ അതിനു മുൻപിൽ പണിതിരുന്നു. ആ കോട്ടകൾക്ക് ചുറ്റും 150 അടി വീതിയിൽ 60 അടി ആഴത്തിലുള്ള കിടങ്ങുകൾ, വാട്ടർ ലേക്കുകൾ അവർ സൃഷ്ടിച്ചു. ഒരു ശത്രു സൈന്യവും അവരുടെ കോട്ടയ്ക്കകത്തോട്ട് വരാതിരിക്കുവാൻ 150 അടി വീതിയില് 60 അടി താഴ്ചയില് അവര് വലിയ നദീ തടാകങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ആ കാലങ്ങളിൽ ടൈഗ്രീസ് നദി വളരെ ശക്തമായി കവിഞ്ഞൊഴുകിയ നിമിത്തം അതിൽ നിന്ന് ജലം വന്ന് ഈ പട്ടണത്തിന്റെ കോട്ടകളിൽ ഇടിക്കുകയും അങ്ങനെ ഈ കോട്ടയുടെ ഒരു ഭാഗം ഇടിഞ്ഞു പോവുകയും ചെയ്തു. അത് നന്നാക്കാതിരുന്ന കാലയളവിൽ BC 612 ബാബിലോണുകാർ വന്ന് ഈ പട്ടണത്തെ ആക്രമിച്ച് കീഴടക്കുവാനിടയായി. ദൈവിക ദൂത് കേൾക്കുവാൻ, അനുസരിക്കുവാൻ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ പറഞ്ഞ വചനത്തിന് എതിരായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടാകുവാൻ യാതൊരു കാരണവുമില്ലാത്ത നിലയിൽ ഞാൻ സുരക്ഷിതനാണെന്ന് അവർക്ക് തോന്നിയപ്പോൾ, എന്നാൽ ദൈവത്തിന്റെ വചനം അവിടെ നിവർത്തിയായി അവർക്ക് അത് വലിയ നാശമുണ്ടായി. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ കോട്ട കാത്തുകൊള്ളുക, നിന്റെ കോട്ടകൾ ഇടിവുകളിലൂടെ നിനക്കെതിരെ സംഹാരകൻ കയറി വരുന്നുണ്ട്, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ ശക്തീകരിക്കുക. ഇതാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം. എന്നാൽ 2-ാം വാക്യത്തിൽ ഈ ജനത്തിനുണ്ടാകാൻ പോകുന്ന ഉയർച്ചയെ കുറിച്ചാണ്, മടങ്ങിവരവിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാം വാക്യത്തിൽ പറയുന്നത്, യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കാം. പിടിച്ചുപറിക്കാർ അവരോട് പിടിച്ചുപറിച്ചുവല്ലോ. പിടിച്ചുപറിക്കാർ അവരോട് പിടിച്ചുപറിച്ച് അവരുടെ മുന്തിരിവള്ളികളെ നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. പിടിച്ചുപറിക്കാർ അവരോട് പിടിച്ചുപറിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് ശൂന്യമാക്കുന്നവർ അവരെ ശൂന്യമാക്കിയെന്നാണ്. The emptiers have emptied them. പിടിച്ചു പറിക്കുന്നവർ അവരെ പിടിച്ചു പറിച്ചു. ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന പ്രിയമുള്ളവരോട് ആത്മാവിൽ ഞാൻ പറയുകയാണ്, നമുക്കെതിരെ പോരാടുന്ന ഒരു അന്ധകാര ശക്തി, പിടിച്ചു പറിക്കുവാൻ നോക്കുന്ന ഒരു വെല്ലുവിളിയുടെ നടുവിൽ ഇന്ന് രാത്രി വിട്ടുകൊടുക്കാതെ തിരികെ പിടിക്കുവാൻ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലതും നമ്മൾ വിട്ടുകൊടുത്തതല്ല, നിന്നിൽ നിന്ന് പിടിച്ചു പറിച്ചതാണ്. ശ്രേഷ്ഠമായി കരുതിയത്, നല്ലതായി കരുതിയത്, സ്വന്തമെന്ന് കരുതിയത്, പലതും പ്ലാൻ ചെയ്ത് കാത്തിരുന്നത്, പലതിന്റെ മുൻപിൽ നീ സൂക്ഷ്മതയോടെ നോക്കിയിരുന്നത്, നിന്റെ അറിവ് കൂടാതെ, നിന്റെ സമ്മതം കൂടാതെ, നിന്റെ അനുവാദം കൂടാതെ അകത്തളങ്ങളിൽ കടന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോയ ചില പിടിച്ചു പറിക്കപ്പെട്ട ശൂന്യപ്പെട്ട ചില വിഷയങ്ങളുടെ നടുവിൽ നഷ്ടബോധത്തോടിരിക്കുന്ന ആരോടോ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ചിലത് ഞാൻ മടക്കിത്തരാൻ പോവുകയാണ്. പിടിച്ചു പറിച്ചത് ഞാൻ മടക്കിത്തരാൻ പോവുകയാണ്. വിട്ടുകൊടുത്തതല്ല, പിടിച്ചു പറിച്ചതാണ് യേശുവിന്റെ നാമത്തില്. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ശ്രേഷ്ഠമായി കരുതിയതും ഉന്നതമായി കണ്ടതും അനുഗ്രഹമെന്ന് കരുതിയതുമായ പല നന്മകളും പിടിച്ചു പറിക്കപ്പെട്ടു കൊണ്ടുപോയപ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, അതിനെ ഞാൻ യഥാസ്ഥാനത്താക്കി മടക്കിത്തരാൻ പോവുകയാണ്. എന്താണ് അവരെ പിടിച്ചു പറിച്ചത്? സംഹാരകൻ. എന്താണ് ശൂന്യമാക്കുന്നവർ പിടിച്ചു കൊണ്ടുപോയത്? അത് മുന്തിരിവള്ളികളെയാണ്. മുന്തിരിവള്ളികൾ ആത്മീക ഫലത്തെ കാണിക്കുന്നു. മുന്തിരിവള്ളികൾ ആത്മീക ആരാധനയെ കാണിക്കുന്നു. മുന്തിരിവള്ളികൾ ഇസ്രയേലിന്റെ പുഷ്ടിയെ കാണിക്കുന്നു. മുന്തിരിവള്ളികൾ ആത്മീക ഉത്തേജനം, ഉന്മേഷത്തെ കാണിക്കുന്നു. ഫെലിസ്ത്യൻ ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ വന്നപ്പോൾ അവർക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയാതെ അവർ പിന്തിരിഞ്ഞ് തോറ്റോടിപ്പോയപ്പോൾ
പ്രശ്നം പഠിച്ച ഫെലിസ്തീയ പ്രഭുക്കന്മാർക്ക് മനസ്സിലായി, നമുക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഇവരെ തോൽപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഇവരുടെ നടുവിൽ ഒരു പെട്ടകമുണ്ട്. പെട്ടകം അവരുടെ നടുവിലുള്ളിടത്തോളം നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പെട്ടകം അവരുടെ നടുവിലുള്ളിടത്തോളം അവരെ തോൽപ്പിക്കുവാൻ ഒക്കുകയില്ല. പെട്ടകം അവരുടെ നടുവിലുള്ളിടത്തോളം അവർ പരാജയപ്പെടുകയില്ല. ഇന്ന് രാത്രിയിൽ പിശാചിനറിയാം നിന്റെ അകത്തളങ്ങളിൽ അഭിഷേകത്തിന്റെ ഒരു ശക്തി ഉണ്ടെന്ന്, നിന്നിലൊരു പ്രാർത്ഥനാ വരമുണ്ടെന്ന്, നിന്നിലൊരു വചനത്തിന്റെ ശക്തി ഉണ്ടെന്ന്, നിന്റെ മേലൊരു നിയോഗമുണ്ടെന്ന് പിശാചറിഞ്ഞാൽ അവൻ മനസ്സിലാക്കും അതിനെ പിടിച്ചു പറിക്കാമെന്ന്. ഇന്നലകളിൽ നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ഇന്നലകളിൽ നല്ലവണ്ണം ആരാധിച്ചുകൊണ്ടിരുന്ന, ഇന്നലകളിൽ അഭിഷേകത്തോടെ ദൈവനാമത്തിന് വേണ്ടി നിന്നിരുന്ന പലരിൽ നിന്ന് കൃപ പിടിച്ചു പറിക്കപ്പെട്ടതിന്റെ കാരണം അത് നഷ്ടപ്പെട്ടതല്ല, പിടിച്ചു പറിച്ചതാണ്. അവൻ പിടിച്ചു പറിച്ചത് കൊണ്ടാ പലയിടങ്ങളിലും അവൻ കയറി പറ്റിയത്. നിന്റെ വീട്ടിനകത്തെ കുടുംബ പ്രാർത്ഥന പിടിച്ചു പറിച്ചത് കൊണ്ടാണ് നിന്റെ വീട്ടിലെ സ്വസ്ഥത അവൻ നഷ്ടപ്പെടുത്താൻ കാരണമായത്. നിന്റെ കുഞ്ഞിന്റെ പേരുള്ള അഭിഷേകം പിടിച്ചു പറിച്ചതാണ് അതിന്റെ ഭാവിയെ വഴിയിൽ കുഴങ്ങുമാറാക്കിയത്. നിന്നിലുള്ള ആരാധന ശക്തി ഇന്നലകളിൽ അഭിഷേകത്തോടെ ആത്മപൂർണരായി ആരാധിച്ച ചിലരുടെ ആരാധന പിടിച്ചു പറിക്കപ്പെട്ടുകൊണ്ട് പോയില്ലേ? അതാണ് നിന്റെ ജീവിതത്തിലെ പരാജയമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിളിച്ചു പറ, ഞാൻ പെട്ടകം വിട്ടുകൊടുക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ പെട്ടകമാണ് എന്റെ ജയം, പെട്ടകമാണ് എന്റെ വിടുതൽ, പെട്ടകമാണ് എന്റെ കുടുംബത്തിന്റെ ശക്തി, പെട്ടകമാണ് എന്റെ ജീവിതത്തിന്റെ ഉയർച്ച, പെട്ടകമാണ് എന്റെ ആത്മീക വിടുതൽ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രയർ ലൈനിൽ നീ പങ്കെടുക്കുന്നെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ കഴിയാതെ നിന്നിൽ നിന്ന് പിടിച്ചു പറിക്കപ്പെട്ട സന്തോഷം, കുടുംബജീവിതത്തിന്റെ പിടിച്ചു പറിക്കപ്പെട്ട സന്തോഷം, ആത്മീയ വിടുതലുകൾ പിടിച്ചു പറിക്കപ്പെട്ട അനുഭവം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തിരിച്ചു പിടിക്കാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി ആത്മാവ് നിനക്ക് മടക്കി തരാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിലും, നിങ്ങളുടെ തലയിൽ കൈതൊട്ട് പറയുവാൻ കഴിയുന്നില്ലെങ്കിലും, ഞാനൊരു മുറിയിൽ ഇരുന്ന് ഏകനായിരുന്നു സംസാരിക്കുമ്പോൾ ആത്മാവിൽ ഞാൻ വെളിപ്പാട് കണ്ടുകൊണ്ട് പറയുന്നു, ചില കുടുംബങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കപ്പെട്ടുകൊണ്ട് പോയതാ, നീ വിട്ടുകൊടുത്തതല്ല. നീ കരയുന്ന കണ്ണുനീരിന് മറുപടിയുണ്ട്, നീ വിട്ടുകൊടുത്തതല്ല. ദൈവം അത് മടക്കി തരാൻ പോവുകയാണ്. സമയത്തിന്റെ പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാമെങ്കിലും, ഇനി തുടർന്ന് പ്രാർത്ഥനയുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും, ഇന്ന് രാത്രി അഭിഷേകത്തോടെ പറയുന്നു, ഈ പ്രാർത്ഥനാ മുറിയിൽ, ഈ പ്രാർത്ഥനാ ലൈനിൽ മുഖം കാണാതെ ആളറിയാതെ ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് രാത്രി അഭിഷേകത്തോടെ നീ കൽപ്പിക്കുമ്പോൾ ചിലത് മടങ്ങി വരുന്ന രാത്രിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിഞ്ഞിട്ട് എത്ര നാളായി, കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ട് എത്ര നാളായി, ആത്മാവിൽ നിറയുവാനൊന്ന് കഴിഞ്ഞിട്ട് എത്ര നാളായി, കുടുംബമായി ഒന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി, നിന്റെ ജീവിത പങ്കാളിയുമായി കൈ കൊടുത്തു പിടിച്ച് ആ ബെഡിന് കീഴെ ഇരുന്ന് കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി. നിന്നിൽ നിന്ന് വിജയമായി കരുതിയത്, നിന്റെ വിജയമായി കണ്ടത് പലതും ഇന്ന് രാത്രി പിടിച്ചു പറിക്കപ്പെട്ടപ്പോൾ ഇന്ന് രാത്രി ആത്മാ പറയുന്നു, അതിനെ മടക്കി പ്രാപിക്കാൻ ഞാൻ നിനക്ക് അധികാരം പകരാൻ പോവുകയാ. ഹല്ലേലൂയ. ദൈവാത്മാവോടെ പറയുന്നുണ്ട്, ആമേൻ, ഞാൻ ഇസ്രായേലിനെ മഹിമേ, യാക്കോബിന്റെ മഹിമയെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നേ? യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കും. ഈ ഭാഗമാണ് എന്താണത്? ബ്രിങ്ങിങ് ബാക്ക് ഇൻ ദ പൊസിഷൻ. ഞാൻ ആത്മാവിൽ അല്പ സ്പീഡായി സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആത്മാവെന്തോ ഇടപെടുകയാണ്. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്യുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. രണ്ടാമത്തെ ഭാഗമാണ് അവിടെ പറയുന്നത്, ഞാൻ യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കും. എന്റെ സമയത്തിന്റെ പരിമിതിയിൽ വേഗം ആ ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബ്രിങ്ങിങ് ബാക്ക് ഇൻ ദ പൊസിഷൻ. സ്ഥാനഭ്രംശം വന്നതിനെ, സ്ഥാനത്തു നിന്നും തള്ളപ്പെട്ടതിനെ, സ്ഥാനത്തു നിന്നും നീക്കിക്കളഞ്ഞതിനെ ദൈവം
അവിടേക്ക് മടക്കിക്കൊണ്ടുവരും. അവൻ ദൈവം നമ്മെ എല്ലാം ആക്കിയിരിക്കുന്ന ഒരു വാഗ്ദത്തത്തിന്റെ തലമുണ്ട്, ആരാധനയുടെ തലമുണ്ട്, ദൈവിക പദ്ധതിയുടെ മേഖലയുണ്ട്. അവിടെ നിന്ന് നമ്മെ തള്ളിക്കളയാനാ പിശാചിന്റെ പദ്ധതി. ആമേൻ, സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഒരുവനെ അവന്റെ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുവാൻ, അവന്റെ പദവിയിൽ നിന്ന് തള്ളിക്കളയുവാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുന്ന ഒരു അന്ധകാര ശക്തി, ആമേൻ, അതിലേക്ക് ഇന്ന് രാത്രി നഷ്ടപ്പെട്ട ഇടത്തേക്ക്, നിന്നെ ആക്കിയ ഇടത്ത് നിന്ന് നിന്നെ മാറ്റിക്കളഞ്ഞിടത്തേക്ക് ഇന്ന് രാത്രി ദൈവം യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്. കുടുംബത്തിലായാലും കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായാലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ദൈവം നടത്താൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയുന്നു, നോഹയുടെ പെട്ടകം 40 നാളുകൾ രാവും പകലും വെള്ളത്തിന് മീതെ ഓളം തള്ളി ആമെ അലഞ്ഞു നടന്നു. എന്നാൽ ദൈവം അതിനെ ഉറപ്പിച്ചതുപോലെ, എസ്റ്റാബ്ലിഷ് ചെയ്തതുപോലെ ഇന്ന് രാത്രി ആമേ വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞോ. ആമേ, നിന്റെ കുടുംബത്തെ ആമേ ഓളം തള്ളി അങ്ങ് ഉറപ്പിക്കാതെ, ഒരു വിഷയത്തിലും പൂർത്തീകരണം തരാതെ നിന്നെ വല്ലാതെ അലച്ചുകൊണ്ടിരിക്കുന്ന, അലഞ്ഞ് തിരിഞ്ഞു മാറാക്കുന്ന പ്രതികൂല ശക്തിമേൽ ഇന്ന് രാത്രി ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്, യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്. ദൈവം കൽപ്പിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. യാക്കോബിന്റെ മഹിമയെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബ് ആരാണെന്നറിയാം. ആമേൻ, അപ്പച്ചനെ കളിപ്പിച്ചാണെങ്കിലും വാഗ്ദത്തം തട്ടിപ്പറിച്ചെടുത്തവനാണ്. യേശാവിന്റെ മുൻപിൽ അവൻ വഞ്ചകനായി നിൽക്കുമ്പോൾ യാക്കോബ് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. നീണ്ട 20 വർഷങ്ങൾ യാക്കോബ് പരാജിതനായി അവൻ വളരെ അധ്വാനിച്ചു. ലാബാൻ ഇതെല്ലാം ചെയ്തിട്ടും ലാബാന് അവന്റെ മുഖത്തൊരു സന്തോഷമില്ല. തന്റെ അളിയന്മാരൊക്കെ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾ അപ്പനെ കൊണ്ടാണ് നീ ഇത്രയൊക്കെ നല്ലതായത്. സ്വത്രം. അപ്പൊ 20 വർഷം അവരുടെ ജീവിതത്തിൽ പിന്നിട്ടെങ്കിലും അവന് ഒട്ടകമുണ്ട്, കഴുതകളുണ്ട്, ആടുകളുണ്ട്, കാളകളുണ്ട്, ദാസന്മാരുണ്ട്, മക്കളുണ്ട്. സ്വത്രം. എല്ലാവരും ഉണ്ടെങ്കിലും സ്തോത്രം, യാബോക്കിന്റെ കടവിൽ അവൻ വന്നിട്ട് മുഴങ്കാൽ മടക്കിയിട്ട് ദൈവത്തോട് പറഞ്ഞു, എന്റെ ദൈവമേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങളല്ലേ? അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗമാണ്, പക്ഷെ അനുഗ്രഹങ്ങളല്ല. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി താൻ യാബോക്ക് കണ്ണുവിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നോട് പറഞ്ഞു, നിന്റെ പേര് യാക്കോബ് എന്നാണ്, നിന്റെ പേര് ഞാൻ ഇസ്രായേൽ എന്ന് മാറ്റാൻ പോവുകയാണ്. എന്താണ് യാക്കോബിന്റെ മഹിമ? ഇസ്രായേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കെന്ന് പറഞ്ഞാൽ പേരിനൊരു എക്സ്ചേഞ്ച് ദൈവം കൽപ്പിച്ചു. ഒരു ജീവിതത്തിനൊരു ടേണിംഗ് പോയിന്റ് ദൈവം കൽപ്പിച്ചു. ചില ആളുകൾക്ക് പേരിനകത്ത് തന്നെ ശാപം നിറഞ്ഞ് ജീവിതത്തിൽ മുന്നേറാൻ കഴിയാത്തവരാണ്. അവർക്ക് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവശ്യമാണ്. ഇന്ന് വരെ ജീവിതത്തിന്റെ നടുവിൽ ശോധനകളും വെല്ലുവിളികളും പരാജയമാണെങ്കിൽ അവൻ ഒരു ടേണിംഗ് പോയിന്റിന് വേണ്ടി ദൈവത്തിന് ഉപവാസം പ്രഖ്യാപിക്കണം, പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കണം. അടുത്ത ദിവസം നമുക്ക് മെമ്മറബിൾ ഡേ ആണ്, മെമ്മോറിയൽ ഡേ ആണ്. ഈ ദിവസം അവധി ദിവസമാണ്. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ലെറ്റ് ദാറ്റ് ഡേ ബി ദ ടേണിംഗ് പോയിന്റ് ഓഫ് യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിന്റെ നിർണായകമായ വഴിത്തിരിവിന്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യാക്കോബിന് അങ്ങനെ ഒരു വഴിത്തിരിവിന്റെ ദിവസത്തെ ദൈവം കൽപ്പിച്ചു. എന്തൊക്കെയാണ് യാക്കോബിന്റെ മഹിമ എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താണ് അത് ഇസ്രായേലിന്റെ മഹിമയായി മാറ്റപ്പെടുന്നത്? അവിടേക്കാണ് നമ്മുടെ ദൂത് വരുന്നത്. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിലും അനുഗ്രഹത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. പ്രൈസ് ഗോഡ്. അപ്പനിലൂടെ ഒത്തിരി അനുഗ്രഹം തനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും തനിക്ക് ഈ അനുഗ്രഹങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ലാത്തവനാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷെ വാഗ്ദത്തങ്ങളുടെ ഒരു പൂർത്തീകരണം കാണുവാൻ കഴിയാത്ത, ജീവിതത്തിന്റെ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത, വാസ്തവമായി ജീവിതത്തിന്റെ ഒരു യഥാസ്ഥാപനത്തിൽ എത്താത്ത ഒരു യാക്കോബിനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നത്.
നാം 20 വർഷം താൻ വളരെ അധ്വാനിച്ചു, ഒന്നും ശേഷിക്കാതെ. തന്റെ ജീവിതത്തിലെ 20 വർഷത്തെ അധ്വാനം എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യപ്പെട്ടു നിൽക്കുമ്പോൾ യാക്കോബ് പറയുന്നത്, എന്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും. ഒന്നാമത്, യാക്കോബിന്റെ മഹിമ ഇസ്രയേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനമാക്കുമെന്ന വചനപ്രകാരം ഒന്നാമത് അവന്റെ വാഗ്ദത്തം തനിക്കുണ്ടെങ്കിലും, ദോ ഹി വാസ് ബ്ലസ്ഡ്, ഹി വാസ് അവേ ഫ്രം ഹിസ് ബ്ലെസ്സിങ്. അവന്റെ അനുഗ്രഹം തനിക്കുണ്ടെങ്കിലും അനുഗ്രഹത്തിൽ നിന്ന് താൻ വളരെ ദൂരെയാണ്. അതിന്റെ ഒരു കണിക പോലും, ഒരു മഴക്കാർ പോലും അവന്റെ ജീവിതത്തിൽ വീശിയില്ല, ഒരു കാറ്റ് പോലും അവന് കിട്ടിയില്ല. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമേ, നിന്റെ ജീവിതത്തിൽ ഒത്തിരി വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെയും ഒരു വിടുതൽ കാണാതെ വാഗ്ദത്തങ്ങളിൽ നിന്ന് നീ വളരെ ദൂരെയാണെങ്കിൽ, വാഗ്ദത്തങ്ങളെല്ലാം, പ്രാർത്ഥനകളെല്ലാം, ആരാധനയെല്ലാം, കണ്ണുനീരെല്ലാം ജീവിതത്തിൽ ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ അന്യപ്പെട്ട് നിൽക്കുന്നിടത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിലും, അനുഗ്രഹത്തിലെ കൂട്ടവകാശികളായി വിളിക്കപ്പെട്ടവരാണെങ്കിലും, അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയാതെ ബലഹീനപ്പെട്ട് അവൻ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നിടത്ത് ഇന്ന് രാത്രി ദൈവം ചിലത് മടക്കി തരാൻ പോവുകയാണ്. അവൻ വളരെ അധ്വാനിച്ചെങ്കിലും അവൻ സ്വന്തമായി ഒന്നും എത്തപ്പെടുവാൻ കഴിയാതെ 10 പ്രാവശ്യം പ്രതിഫലങ്ങളെ നഷ്ടപ്പെട്ടവൻ, അവൻ 10 പ്രാവശ്യം ലാബാനവന്റെ പ്രതിഫലങ്ങളെ മാറ്റി. ആമേൻ. ഇതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇത് യാക്കോബിന്റെ വിഷയമാ, ഇത് ഞാൻ മാറ്റാൻ പോവുകയാ. ഇസ്രയേലിന്റെ മഹിമയാക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ പ്രതിഫലത്തെ അവൻ തടഞ്ഞു വെച്ചിരിക്കുന്ന അന്ധകാര ശക്തികളുടെ മേൽ ഞാൻ ന്യായം വിധിച്ചിട്ട് ഞാൻ നിനക്ക് പ്രതിഫലങ്ങളെ വീതിച്ചു തരാൻ പോവുകയാണ്. അവൻ യാക്കോബിന്റെ മഹിമയെ ഇസ്രയേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കുമെന്ന് പറഞ്ഞതിന്റെ കാരണം മറ്റൊരു ദൂതനകത്തുണ്ട്. കഴിഞ്ഞ 20 വർഷമായി ഏശാവിന്റെ നിന്ദയും, ഏശാവിന്റെ പകയും, ഏശാവിന്റെ വെല്ലുവിളിയും, ഏശാവിന്റെ കോപവും യാക്കോബിന്റെ അനുഗ്രഹത്തിന് ഒരു തടങ്ങൽ പാറയായി നിൽക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, ഞാൻ നിന്റെ പേര് മാറ്റാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം. മനുഷ്യന്റെ പക നിന്റെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന് ഒരു തടസ്സമാണ്. മനുഷ്യരോടുള്ളതായ കൂമേൻ, അവൻ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ അവൻ നിന്റെ വാഗ്ദത്തം പ്രാപിക്കുന്ന ഒരു തടസ്സമാണ്. ദാവീദ് അനുഗ്രഹവും അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം ശൗലുമായുള്ള യുദ്ധവും ശൗലുമായുള്ള പോർവിളികളും നിമിത്തം 12 വർഷം താൻ ഹെബ്രോനിൽ അവൻ അവിടെവിടങ്ങളിൽ പാർക്കേണ്ടി വന്നു. ഇന്ന് രാത്രി ഒരു കാര്യം ശ്രദ്ധിക്കണം. മനുഷ്യരുമായുള്ള പകയും മനുഷ്യരുമായുള്ള കലഹവും മനുഷ്യരുമായുള്ള പിണക്കവും മനുഷ്യരുമായുള്ളതായ വെല്ലുവിളിയും നിന്റെ വാഗ്ദത്തത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയാം. സ്വർഗം പറഞ്ഞു, ഒരു ഏശാവ് നിനക്ക് പകയാണ്, ഏശാവ് നിനക്ക് വെല്ലുവിളിയാണ്, ഏശാവ് നിനക്ക് ഭീഷണിയാണ്. എന്നാൽ അവന്റെ വെല്ലുവിളികളെ ഞാൻ ഉടയ്ക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില്, ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയുന്നു, മാനുഷിക ഭയങ്ങൾ, മാനുഷിക പകകൾ, മനുഷ്യന്റെ അസൂയകൾ, മനുഷ്യന്റേതായ നിന്ദകൾ, മനുഷ്യന്റെ ശാപങ്ങൾ നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ ഒരു മതില് പോലെ ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്നെങ്കിൽ സ്വർഗം പറഞ്ഞ നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവുകയാ. ഇസ്രയേലിന്റെ മഹിമ പോലെ ഞാൻ നിനക്ക് യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് ഒരു യാബോക്ക് കടവ് പ്രഖ്യാപിക്കണം. എനിക്കെതിരെയുള്ള മനുഷ്യന്റെ സകല കണികളെയും ഇല്ലാതാക്കുന്ന യാബോക്ക് കടവ്, അവിടെ ഏശാവിന്റെ വെല്ലുവിളികളും കോപങ്ങളും വാദങ്ങളും അവസാനിക്കുകയാണ്. യാക്കോബ് ഒരു ദാസനായിരിക്കുവാനല്ല വിളിക്കപ്പെട്ടത്, ഒരു യജമാനനായിരിക്കുവാനാണ് വിളിക്കപ്പെട്ടത്. യാക്കോബ് ഒരിക്കൽ വാഗ്ദത്തം പ്രാപിച്ച ദേശത്തേക്ക് ദൈവം കൊണ്ടുവരുമെന്ന് പറഞ്ഞ ദേശത്തേക്ക് മടങ്ങി വന്നപ്പോൾ ഏശാവ് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോ, ഞാൻ ഇനി പോവുകയാ. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ദൂത ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. യാക്കോബിനെ കര കാണിക്കത്തില്ലെന്ന്, യാക്കോബിനെ കടവിന് ഇക്കര കടത്തത്തില്ലെന്ന്, അവൻ എന്റെ അപ്പന്റെ ദേശത്തേക്ക് ഇനി തിരിച്ചു വരത്തില്ലെന്ന്, അവന് ഒരു നന്മയും കൊടുക്കയില്ലെന്ന്, അവൻ എന്റെ അവകാശത്തെ തട്ടിയെടുത്തല്ലോ,
അവൻ എൻ്റെ അപ്പന്റെ അനുഗ്രഹത്തെ ഇല്ലാതാക്കിയല്ലോ എന്ന് കോപത്തോടെ, ദേഷ്യത്തോടെ, സങ്കടത്തോടെ ശപഥം ചെയ്ത് പറഞ്ഞ യേശാവ് പിന്നെ പറയുന്നു, യാക്കോബേ ഇവിടെ നീ പാർത്തോ, ഞാൻ വേറെ പോയിക്കൊള്ളാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം ഇതല്ലേ നിനക്ക് അവകാശം തരികയില്ലെന്ന് പറഞ്ഞ ഏത് അന്ധകാര ശക്തിയാണെങ്കിലും അത് കീഴ്പ്പെട്ടുകൊണ്ട് നിന്നോട് പറയുന്നില്ല, നിന്റെ അവകാശം നീ എടുത്തോ, ഞാൻ കീഴ്പ്പെടുന്നു. നിന്നെ ഒരു യജമാനനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നീ എന്നെ ഒരു വാഗ്ദത്തത്തിൽ പങ്കാളിയായിട്ട് മാത്രമല്ല, നിന്നെ അനുഗ്രഹിക്കുന്ന വാഗ്ദത്തം കൊടുക്കാൻ കഴിയുന്നവനായിട്ടാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ മഹിമയെ പോലെ സ്ഥാനത്താക്കും. എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ എനിക്ക് അലോട്ടഡായ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാനൊരു വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാട്ട്, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്ന ദൂതുകളെ അതിനെ ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കൊണ്ട്, നാം സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്റെ മുന്തിരിവള്ളികളെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എന്റെ പ്രാർത്ഥനയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എന്റെ ആരാധനയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എന്റെ അഭിഷേകത്തെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. പെട്ടക ഞാൻ വിട്ടുകൊടുക്കാതിരുന്നാൽ ജയം എന്റേത് തന്നെയാണ്. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട് നിങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കപ്പെട്ടത് നീ വിട്ടുകൊടുത്തതല്ല, നീ കളഞ്ഞതല്ല. നിന്റെ അറിവ് കൂടാതെ, നിന്റെ ബുദ്ധിക്കപ്പുറമായി, നിന്റെ ചിന്തകൾക്കപ്പുറമായി, നീ വിചാരിച്ച പ്രത്യാശയ്ക്കപ്പുറമായി അപഹരിച്ചു കൊണ്ടുപോയ ചില വിഷയങ്ങളെ നോക്കി കരയുന്ന ദൈവം ഇതല്ലേ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിനക്കത് മടക്കി തരാൻ പോവുകയാണ്. ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്. വാഗ്ദത്തമുണ്ടെങ്കിലും വാഗ്ദത്തത്തിൽ നിന്ന് വളരെ ദൂരെയാണോ ഇത് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ നിന്റെ പേരും മാറ്റി മഹിമയെ മടക്കി തരും. സ്തോത്രം. വളരെ അധ്വാനിച്ചിട്ടും നിനക്ക് ഒന്നും എത്തുവാൻ കഴിഞ്ഞില്ലേ? ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ ഇസ്രായേലിന്റെ മഹിമയാക്കി മാറ്റാൻ പോവുകയാണ്. നിനക്ക് പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ട് നിനക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, നിനക്ക് ലഭിക്കേണ്ട ഓഹരികൾ, നിനക്ക് ലഭിക്കേണ്ട പ്രമോഷനുകൾ, നിനക്ക് ലഭിക്കേണ്ട ഉയർച്ചകൾ, നിനക്ക് ലഭിക്കേണ്ട നന്മകൾ, അവകാശങ്ങൾ എത്ര പ്രാവശ്യമായി അവൻ നിന്നിൽ നിന്ന് മാറ്റിയോ ഇന്ന് രാത്രി ഇസ്രായേലിന്റെ ദൈവം നിന്റെ മഹിമ നിനക്ക് മടക്കി തരാൻ പോവുകയാണ്. യേശാവിന്റെ ഒരു വെല്ലുവിളി ഇന്ന് രാത്രി നിനക്കെതിരെ പോരാടുന്നുവോ? ഇന്ന് രാത്രി ഇസ്രായേലിന്റെ മഹിമ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ പ്രയർ ലൈനിലുള്ളതായ തന്റെ ജനത്തിന്റെ മേലെ വിടുതൽ വ്യാപരിക്കട്ടെ. ചിലത് മടങ്ങി വരട്ടെ, ചിലത് മടക്കി ലഭിക്കട്ടെ, ചിലത് അവസ്ഥാനപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായി അതിന്റെ മുമ്പിലായിട്ട് ആരെങ്കിലും പ്രത്യേകമായൊരു പ്രാർത്ഥനാ വിഷയം പറയാനുണ്ടെങ്കിൽ, അതിന്റെ ഒരു അവസാനത്തെ ഒരു മെസ്സേജിന്റെ ടൈം ആയതുകൊണ്ട് ആരെങ്കിലും പ്രത്യേകമായൊരു പ്രാർത്ഥന വിഷയം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അത് പറയാൻ വരികയായിരുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായ ഒരു ദൂതിന്റെ മുമ്പിൽ നമ്മളായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി തന്റെ ദാസനോട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. നമുക്ക് നഷ്ടമായത്, നമ്മളിൽ നിന്ന് പിടിച്ചു പറിച്ചത് കർത്താവ് നമുക്ക് മടക്കി തരുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളായിട്ട് അതിന് വഴിമുടക്കികളാകരുത്. ഇന്ന് രാത്രികാലം നമ്മൾ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അടുത്ത സൺഡേ നമ്മൾ വരുമ്പോഴേക്കും കർത്താവിന്റെ ദാസൻ ഇന്ത്യയിൽ എത്തിയിരിക്കും. വെള്ളിയാഴ്ച രാത്രി തന്നെ ഇവിടെ നിന്ന് പോവുകയാണല്ലോ. തന്റെ യാത്രയെ കർത്താവ് സഹായിക്കട്ടെ. ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ദൈവം വെച്ചാൽ വീണ്ടും ഈ ലൈനിൽ കടന്നു വന്ന് നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. എന്നാൽ ഇന്ന് രാത്രികാലം നമ്മൾ സാധാരണ അത് ചെയ്യാറില്ലെങ്കിലും ഇന്ന് രാത്രികാലം അല്പസമയം ഞാൻ വിട്ടുതരികയാണ്. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ദേവദാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. കാലത്തിന് മുമ്പ് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. വിളി നഷ്ടപ്പെട്ട അനുഭവത്തിലല്ല. He is on the throne. His calling is upon you. അവന്റെ വിളി തെരഞ്ഞെടുപ്പ് എന്റെ ദാസന്റെ മേൽ ഇന്ന് രാത്രിയിലുണ്ട്. കർത്താവേ, നിന്റെ ദാസന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശൂന്യപ്പെടുത്തി തുഴഞ്ഞ് കുഴയുന്നവനായിരിക്കുമ്പോൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആര് അവൻ പ്രവേശിപ്പിക്കയില്ലെന്ന് വാദിച്ചോ ആ ശക്തികൾ കീഴ്പ്പെടട്ടെ. നിന്റെ ദാസൻ വിടുവിക്കപ്പെടേണ്ടതിന്, ആ കുടുംബത്തിൽ അത്ഭുതം നടക്കേണ്ടതിന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടിയനെ ദൈവത്തിന്റെ മുൻപാകെ താഴ്ത്തി ഏൽപ്പിക്കുന്ന പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മടക്കി തരാൻ വേണ്ടി ദൈവമേ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിടിച്ചു പറിക്കപ്പെട്ട് കൊണ്ടുപോയ സ്നേഹങ്ങൾ, നഷ്ടപ്പെട്ട നന്മകൾ, ഒന്നല്ല എണ്ണി ഞെരങ്ങി കരയുന്ന തന്റെ ദാസിയുടെ മേൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സ്വപ്നത്തെ ഉറക്കത്തെ കെടുത്തി പോലും ഭീതിയിട്ട് പോരാടുന്ന വ്യാപാര ശക്തികളെ യേശുവിന്റെ നാമത്തെ ശാസിക്കുന്നു. കർത്താവിന്റെ ആത്മാവിന്റെ ദാസിയുടെ മേൽ ഇപ്പോൾ ഇടപെട്ടാട്ട് നഷ്ടപ്പെട്ട ആരോഗ്യം, കാരണമില്ലാത്ത രോഗങ്ങൾ ആ ശരീരത്തിൽ സൗഖ്യമാകേണ്ടതിന് കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പാസ്റ്റർ പൈതലിന്റെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ അവരുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വചനത്തിന് മുമ്പാകെ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൈതലിന്റെ വിഷയത്തിൽ യേശുവിന്റെ നാമത്തിൽ വീടിനകത്ത് യാഗപീഠം പണിയത്ത്. യാക്കോബ് പോയെടുത്തെല്ലാം യാഗപീഠം പണിതു. യാക്കോബ് ബഥേലിൽ തന്റെ വീടിനോട് ചേർന്നൊരു യാഗപീഠം പണിതു. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം ആ വീടിനകത്ത് പണിയപ്പെടട്ട് യേശുവിന്റെ നാമത്തിൽ. അത് തലമുറയ്ക്ക് ബന്ധനമായി തീരാതിരിക്കേണ്ടതിന് ആരാധനയും കുടുംബാരാധനയും അഭിഷേകത്തോടെ മടങ്ങി വരട്ട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആമേൻ. ഏൽപ്പിക്കുന്നു. ദേവദാസിനെ ഞങ്ങളെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ രണ്ടു വൈദ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനത്തെ ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരുടെ വിഷയത്തിന്മേൽ ഇന്ന് രാത്രി ഒരു അത്ഭുതം നടക്കട്ടെ. ആമേൻ. 2015 താഴ്ചയുടെ വർഷമെന്ന് ശത്രു കാരണങ്ങൾ എഴുതി എല്ലാം എഴുതി വെച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി മുതൽ ഒരു ടേണിംഗ് പോയിന്റിന് വേണ്ടി നിനവേ പട്ടണക്കാർ ഉപവസിച്ച് കരഞ്ഞപ്പോൾ അതവർക്കൊരു അനുഗ്രഹത്തിന്റെ നിലവാരമായി മാറിയെങ്കിൽ കുടുംബത്തിനകത്ത് കുടുംബമായ തീരുമാനമെടുത്ത് മടങ്ങി വരാനുള്ള ദിവസങ്ങളാണ്. ഐക്യതയുടെ ആത്മാവിനെ ഇവിടെ കൽപ്പിക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവിനെ ഇവിടെ കൽപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ റെജി ഫിലിപ്പിന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ അഭിഷേകം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് മാനുഷിക നുഖങ്ങള് എല്ലാം പൊട്ടിമാറേണ്ടതിന്, എല്ലാ അമിക്കയറുകളും പൊട്ടിമാറേണ്ടതിന് തുള്ളിച്ചാടുന്ന ഒരു പശുക്കിടാവിനെ പോലെ സ്വാതന്ത്ര്യത്തോടെ അഭിഷേകത്തോടെ പുറത്തു വന്ന് നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ നിന്റെ ദാസനെ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. കർത്താവ്, ഈ പ്രേരണയിൽ ലീഡ് ചെയ്യുന്ന ഷാജിൻസനെ അവന്റെ ദാസിയെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാതാപിതാക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് ഈ പ്രേരണയിലേക്ക് ആളുകൾ ആത്മാക്കൾ ആകർഷിക്കപ്പെടട്ടെ. ഇതിനകത്ത് അഭിഷേകമുള്ളവർ എഴുന്നേൽക്കട്ടെ. ഈ പ്രാർത്ഥന നിർത്തുവാൻ കഴിയാത്ത നിലയിൽ പരിശുദ്ധാത്മാവ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതിന് ആത്മാവിന്റെ നിയോഗത്തിന് ജനത്തിന്റെ മേൽ കൊടുക്കണമേ. ഈ സ്ഥലത്ത് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും മറുപടികൾ ദൈവം കൊടുക്കണമേ. ഇതിനകത്ത് വരുന്ന രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മാനസാന്തരപ്പെടട്ടെ, ദുഃഖിതർ ആശ്വാസം പ്രാപിക്കട്ടെ. ഇപ്പോൾ ഈ ലൈനിലുള്ളതിന്റെ ദാസന്മാരെ കർത്താവെ അടിയുടെ മേൽ അഭിഷേകത്താലും അധികാരത്താലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. കർത്താദാസൻ ഡോക്ടർ അലക്സ് ജോണിനുള്ള നന്ദി വളരെ പ്രതിയോട് അറിയിക്കുന്നു. വളരെ ശുഭകരമായൊരു യാത്ര കർത്താവ് തരട്ടെ. കർത്താവാക്കത്തൊക്കെയും വളരെ പ്രയോജനകരമായ ഒരു ശുശ്രൂഷയ്ക്കായ കർത്താവ് ഒരു പുത്തൻ അഭിഷേകത്തോടുകൂടി ഈ രാജ്യത്ത് നിന്നും പോകുമ്പോൾ praise the Lord. Thank you very much. I'm sorry for taking too much time. No, you didn't take too much time. Amen. Thank you. God bless you. It was a blessing. It was much needed. Don't worry about it. ഒരു വാക്യം എനിക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു. ഞാൻ ക്ലോസിങ്ങില് ഒരു വാക്യം ഞാൻ ദൈവാത്മാവ് എനിക്ക് അത് ലാസ്റ്റിൽ തന്നൊരു വാക്യം ഞാൻ നഷ്ടപ്പെട്ടു. ഐ ആം സോറി. എഹെസ്കേൽ 36:11 വാക്യം.
നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഈ വർഷം നിങ്ങൾക്കുള്ള ഒരു പ്രോമിസ് വാക്യമായി ദൈവാത്മാവ് തരുന്നു. ആമേൻ. ഞങ്ങളുടെ വിശ്വാസത്താൽ ഞാൻ മറന്നുപോയി സത്യത്തിൽ, ഞാൻ നോട്ട് ചെയ്ത് വെച്ചെന്ന്, പക്ഷേ സ്കിപ്പ് ഔട്ട്. പക്ഷേ താങ്ക് ലോർഡ്, അത് ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ദൈവം നിങ്ങൾക്ക് തരട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്. അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഒരു പ്രത്യേക രീതിയിൽ ഇന്ന് വൈകിട്ട് ഈ മീറ്റിങ്ങിനെ കൊണ്ടുപോകാൻ തക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രസാദം തോന്നി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയുന്നത്. തന്നെ എഴുതി പ്രിപ്പയർ ചെയ്തിരുന്ന ചിന്തിച്ചിരുന്ന വിഷയങ്ങളെ മാറ്റി കടന്നു വന്ന ജനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഹൃദയ നിലവാരങ്ങളെ അറിയുന്ന, വിചാരങ്ങളെ അറിയുന്ന, വേദനകളെ അറിയുന്ന കർത്താവ് ശക്തമായൊരു ദൂതുമായി കർത്താദാസനെ നമ്മുടെ നടുവിൽ ഉപയോഗിച്ചല്ലോ. ആ ദൈവത്തിന് നന്ദി പറയുന്നു, കർത്തദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ പ്രാർത്ഥന വീണ്ടും നമ്മൾ തുടരുകയാണ്. ജൂൺ 13 സൗത്ത് കരോളിനായിലെ ഒരു പ്രയർ റാലി നടത്തുവാൻ വേണ്ടി അവിടുത്തെ ഗവർണറായിരിക്കുന്ന നിക്കി ഹേലി അവിടെയുള്ള എല്ലാ പാസ്റ്റർമാർക്കും ലെറ്റർ അയച്ചിരിക്കുകയാണ്. നമുക്ക് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ അനേക ഗവർണർമാർ മുൻപോട്ട് വരട്ടെ. ടെക്സാസ് ഗവർണറായിരുന്ന റിക് പെരി താൻ ഗവർണറായിരുന്ന സമയത്ത് അങ്ങനെ ടെക്സാസിൽ ഒരു പ്രയർ റാലി നടത്തി. അതുപോലെ തന്നെ ലൂസിയാന ഗവർണറായിരിക്കുന്ന ബോബി ജിൻഡാൽ ലൂസിയാന സ്റ്റേറ്റിൽ അങ്ങനെ ഒരു പ്രയർ റാലി നടത്തി. ഇത് 3ാമത്തെ ഗവർണറാണ് നിക്കി ഹേലി സൗത്ത് കരോളിന പ്രയർ റാലി നടത്തുന്നത്. ദ റെസ്പോൺസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലൂടെ ഇനിയും 47 സ്റ്റേറ്റുകളിലൂടെ ഇങ്ങനെ നടക്കണം. അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും ഈ പ്രയർ റാലി നടക്കുമ്പോൾ അവിടെ നമ്മൾ കേട്ടതുപോലെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന, അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവജനത്തിന് അവകാശമായിരുന്നതിനെ പിടിച്ചു പറിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ മടക്കിയെടുക്കുവാൻ തക്കോണം ഈ പ്രയർ റാലികളിലൂടെ ഇടയായി തീരേണ്ടതിനു വേണ്ടി അങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി, ഒരു നല്ല ഉദ്യമത്തിന് വേണ്ടി, ഒരു നല്ല താല്പര്യം ആ ഗവർണർക്ക് കൊടുത്ത ദൈവം ആ പ്രയർ റാലിയുടെ വലിയൊരു പ്രവർത്തനം നടത്തേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രയർ ലൈനിലായിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവാത്മ പ്രേരണ ലഭിച്ചിരിക്കുന്നവർക്ക് ആ വിഷയത്തെ പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ നടുവിൽ ഗാനം ആലപിച്ച ബ്രദർ ജെയിംസ് വർഗീസിനെയും വചന ശുശ്രൂഷ പാസ്റ്റർ അലക്സ് ജോണിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. തന്റെ യാത്രയെ ഓർത്തുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പരമപിതാവേ, ഹല്ലേലൂയ. ദൈവമേ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതോർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റജി ഫിലിപ്പിനെ ഓർത്തുകൊണ്ട്, കുടുംബമായി ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. മാതാവിനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. സിസ്റ്റർ ജെസ്സിയെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. 3 കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവരുടെ ആവശ്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കുടുംബാവരെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഞായറാഴ്ച വീണ്ടും ശക്തിയോടെ ബലത്തോടെ നമ്മുടെ മധ്യത്തിൽ കർത്താവിന്റെ ദാസനെ കൂട്ടി വരുവാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും അഭിഷേകത്തിന് സൂക്ഷിക്കുവാൻ ദാസനെ പ്രത്യേകമായിട്ട് ഇനിയും അഭിഷേകത്തോടെ നമ്മുടെ മധ്യത്തിൽ ഉപയോഗിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം കർത്താവേ. പാട്ടുപാടിയതായ ജെയിംസിനെയും കുടുംബമായിട്ട് ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. വചനം സംസാരിച്ച അലക്സ് പാസ്റ്റർ ഓർത്തുകൊണ്ട് പ്രത്യേകം സ്തോത്രം ചെയ്യാം. കുടുംബത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. അദ്ദേഹത്തിന് മടക്കയാത്ര ഓർത്തുകൊണ്ട് സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. രാത്രികാലം പ്രയറിൽ പങ്കെടുത്ത് എല്ലാവരെയും ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും. ഹല്ലേലൂയ. നാം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും നമ്മോട് പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന്മേലും ഈ പ്രയർ ലൈനിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങൾ മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Praise the Lord. Hallelujah. Thank you and have a blessed night. See you in the morning at 5 o'clock. ദൈവകൃപയോ അത്ഭുത കൃപയേ അതിനാവാല വന്യമയോ സ്നേഹത്തിൻ ബന്ധത്താൽ ആത്മാവിൻ ഐക്യത്താൽ ആത്മസന്തോഷമായി പെരുകുന്നെന്നിൽ ആത്മസന്തോഷമായി പെരുകുന്നെന്നിൽ
ഗ്രഹിച്ചു. ഈ കൃപ പൂർവികർ ആരാഞ്ഞെങ്കിലും തങ്ങൾക്കയല്ലെന്നവർ ഗ്രഹിച്ചു. കൃപയിൽ മഹത്വം പ്രാപിച്ചിടുവാൻ ക്രിസ്തുവിനെന്നെയും കണ്ടിരുന്നു. കൃപയിൽ മഹത്വം പ്രാപിച്ചിടുവാൻ ക്രിസ്തുവിനെന്നെയും കണ്ടിരുന്നു. ദൈവകൃപയോ അത്ഭുത കൃപയേ, അതെന്നാല വന്യമയോ. ദൈവകൃപയോ അത്ഭുത കൃപയേ, അതെന്നാല വന്യമയോ. സ്നേഹത്തിൻ ബന്ധത്താൽ ആത്മാവിൻ ഐക്യത്താൽ ആത്മസന്തോഷമായി പെരുകുന്നെന്നിൽ, ആത്മസന്തോഷമായി പെരുകുന്നെന്നിൽ. പാപഭംഗിലമായി നിന്നിതനെന്നിൽ പകർന്ന കൃപയിൻ സമൃദ്ധിയതേ. പാപഭംഗിലമായി നിന്നിതനെന്നിൽ പകർന്ന കൃപയിൻ സമൃദ്ധിയതേ. എന്നോട് പാപങ്ങൾ ക്രൂശിൽ വഹിച്ച് മറന്നതു കൃപയായി കാണുന്നു ഞാൻ. എന്നോട് പാപങ്ങൾ ക്രൂശിൽ വഹിച്ച് മറന്നതു കൃപയായി കാണുന്നു ഞാൻ. ദൈവകൃപയോ അത്ഭുത കൃപയേ, അതെന്നാല വന്യമയോ. ദൈവകൃപയോ അത്ഭുത കൃപയേ, അതെന്നാല വന്യമയോ. സ്നേഹത്തിൻ ബന്ധത്താൽ ആത്മാവിൻ ഐക്യത്താൽ ആത്മസന്തോഷമായി പെരുകുന്നെന്നിൽ, ആത്മസന്തോഷമായി പെരുകുന്നെന്നിൽ. ക്രിസ്തുവിലായ ഞാൻ വിശുദ്ധരോടൊത്ത് നിസ്തുല കൃപയിൽ വളർന്നിടുന്നു. ക്രിസ്തുവിലായ ഞാൻ വിശുദ്ധരോടൊത്ത് നിസ്തുല കൃപയിൽ വളർന്നിടുന്നു. കൃപയോ നിത്യം പെരുകുന്നതിനാൽ ജയജീവിതവും നയിച്ചിടുന്നു. കൃപയോ നിത്യം പെരുകുന്നതിനാൽ ജയജീവിതവും നയിച്ചിടുന്നു. ദൈവകൃപയോ അത്ഭുത കൃപയേ, അതെന്നാല വന്യമയോ. ദൈവകൃപയോ അത്ഭുത കൃപയേ,